ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിക വെഡിങ്സ്. പാടിക്കുന്ന് ഡിവിഷനിലെ റോഡാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് ടാറിംഗ് നടത്തി ഒരു മാസത്തിനുള്ളിൽ തകർന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപാണ് പാടിക്കുന്ന് ഡിവിഷനിലെ ഈ റോഡ് റീടാറിംഗ് നടത്തി വശങ്ങൾ കോൺക്രീറ്റ് ചെയ്തത്. പാടിക്കുന്ന് മുതൽ PV മോഡൽ സ്കൂൾ വരെയുള്ള 300 മീറ്ററോളം വരുന്ന ഭാഗമാണ് പ്രവൃത്തി നടത്തിയത്. പ്രവൃത്തി പൂർത്തീകരിച്ച് ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും ടാറിംഗ് വിണ്ടുകീറി. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞതോടെ കുഴികളും രൂപപ്പെട്ടു. കേവലം 30 ദിവസം മുൻപ് മാത്രം ടാറിംഗ് കഴിഞ്ഞ റോഡ് ഇപ്പോൾ ഈ കാണുന്ന നിലയിലായിരിക്കുകയാണ്. 300 മീറ്റർ ടാറിംഗ് നടത്തി വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യാൻ 16 ലക്ഷം രൂപയാണ് വകയിരുത്തിയത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ തുകയുടെ പകുതി പോലും നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടില്ലെന്നും ടാർ, മെറ്റൽ, സിമന്റ് എന്നിവയൊന്നും ആവശ്യത്തിന് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് റോഡ് ഈ രീതിയിൽ തകർന്നതെന്നും പ്രദേശത്തുകാർ പറയുന്നു. ഏകദേശം ഒരു മാസമായി ഈ റോഡിൻ്റെ ഒരു പണി കഴിഞ്ഞിട്ട്. ഈ ഒരു മാസത്തിനുള്ളിൽ ഈ റോഡിൻ്റെ ഒരു അവസ്ഥ എല്ലാവരും നോക്കിക്കാണും. ഏകദേശം 16 ലക്ഷം രൂപയാണ് ഈ ഒരു റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തിക്ക് മാറ്റിവെച്ചതെന്നാണ് പറയണത്. പക്ഷേ ആ ഒരു 16 ലക്ഷത്തിൻ്റെ രീതിയിലുള്ള ഒരു റോഡ് പണിയും ഒരു വർക്കും ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റോഡേതാണെന്നോ അറിയാൻ പറ്റാത്തൊരവസ്ഥ. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയെയും CNG റോഡിനെയും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡ് കൂടിയാണിത്. പാടിക്കുന്ന്, നെടുമുണ്ടക്കുന്ന്, മണലൊടി, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകുവാനും ഈ റോഡിനെയാണ് യാത്രക്കാർ ആശ്രയിക്കുന്നത്. PV മോഡൽ സ്കൂൾ, ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് സ്കൂൾ, ചക്കാലക്കുത്ത് NSS ഹയർ സെക്കൻഡറി സ്കൂൾ, മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് കുട്ടികളെയും കൊണ്ടുള്ള വാഹനങ്ങളും നിത്യേന ഇതുവഴിയാണ് കടന്നുപോകുന്നത്. ഇത്രയും പ്രാധാന്യമുള്ള റോഡിലാണ് ഗുണനിലവാരമില്ലാത്ത പ്രവൃത്തി നടത്തിയിട്ടുള്ളത്. പ്രവൃത്തിയിൽ ടാറിൻ്റെ അളവ് കുറവായതിനാൽ മെറ്റലുകൾ പൊളിഞ്ഞു പോന്ന അവസ്ഥയാണ്. വശങ്ങളിലെ കോൺക്രീറ്റിൽ സിമന്റും ആവശ്യത്തിനില്ലാത്തതിനാൽ വാഹനങ്ങൾ കയറുമ്പോൾ മെറ്റലുകൾ തെറിക്കുന്നതായി പരിസരവാസികൾ പറയുന്നു. തീർത്തും അശാസ്ത്രീയമായ രീതിയിലാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഈ ദൃശ്യങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഈ റോഡ് കേവലം ദിവസങ്ങൾക്കൊന്നുകൊണ്ട് പൊളിയുകയും ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രധാനപ്പെട്ട സ്കൂളടക്കമുള്ള ഹെവി വാഹനം, വളരെ വലിയ വാഹനങ്ങൾ നിരന്തരമായി സഞ്ചരിക്കുന്ന ഈ റോഡ് വളരെ നല്ല രീതിയിൽ നിർമ്മാണം നടക്കുകയും അതിലെ ജനങ്ങൾക്ക് സാമാന്യമായിട്ടുള്ള ഒരു നീതി ലഭിക്കണം. ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ റോഡുകളുടെ നവീകരണത്തിനായി ലക്ഷങ്ങൾ അനുവദിച്ച് നൽകുമ്പോൾ അവ കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നുണ്ടോ എന്നും പ്രവൃത്തികൾ ഗുണനിലവാരം പുലർത്തുന്നുണ്ടോ എന്നും പരിശോധിക്കാൻ അധികൃതർ സൂക്ഷ്മമായി ഇടപെടാൻ തയ്യാറാകാത്തിടത്തോളം ഇവിടെ ഇങ്ങനെയൊക്കെ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobika Weddings.